അല്ല, കുട്ടികൾക്ക് ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? സ്കൂൾ അടക്കുന്ന ദിവസം സ്കൂളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഗവൺമെന്റ് ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ വായിക്കാം. സ്കൂൾ വാർഷിക പരീക്ഷകൾ തീരുന്ന ദിവസം, സ്കൂൾ അടക്കുന്ന ദിവസം സ്കൂളുകളിൽ ആഘോഷങ്ങൾ ഒന്നും നടത്തുവാൻ പാടുള്ളതല്ല. സ്കൂൾ അടക്കുന്ന ദിവസം കുട്ടികളെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നതിന് രക്ഷകർത്താക്കളുടെ സഹകരണം ഉറപ്പുവരുത്തേണ്ടതാണ്. സ്കൂൾ അടക്കുന്ന ദിവസം സ്കൂൾ ക്യാമ്പസിന് പുറത്ത് പോലീസിന്റെ സഹായം തേടാവുന്നതാണ്. സ്കൂളിന്റെ പുറത്തെ എന്തുകൊണ്ട് എങ്ങനെ പറയേണ്ടി വരുന്നത്? ഈ സർക്കുലറിൽ തന്നെ ഉണ്ട്. വാർഷിക പരീക്ഷകൾ തീരുന്ന ദിവസം സ്കൂളുകളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതായും പലപ്പോഴും ഇത്തരം ആഘോഷങ്ങൾ അതിരുകടന്ന് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതായും മുൻ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ, അവസാനത്തെ ദിവസം മാത്രമാണോ അക്രമങ്ങൾ ഉണ്ടാവുന്നത്, ആഘോഷിക്കുന്നതൊക്കെ? ആഘോഷങ്ങൾ സ്കൂളിലും ക്യാമ്പസിലൊക്കെ നടക്കുന്നുണ്ടോ? അടി നിർബന്ധമാണ്. കഴിഞ്ഞൊരു വർഷത്തെ മുൻ വർഷങ്ങളുടെ റിവെഞ്ച് മുഴുവൻ തീർക്കാൻ കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് അല്ലേ. ഈ ആഘോഷങ്ങൾ വേണ്ട, എൻ്റർടൈൻമെൻറ്റ് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ സ്കൂളുകൾ, കോളേജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കാനും എൻ്റർടൈൻ ചെയ്യാനും മാത്രമുള്ള പ്ലേസ് ആണെന്നും ഉള്ള ഒരു ചിന്ത കുട്ടികൾക്കും, അതേപോലെ തന്നെ കുറേ മാർക്കുകൾ ഉണ്ടാക്കുക, ടെക്സ്റ്റ് ബുക്കുകളിലുള്ള കുറേ തിയറികൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്നുള്ള ചിന്ത സമൂഹത്തിൽ, നമ്മുടെ സിസ്റ്റത്തിനും മാറാത്തോടത്തോളം ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. സഹപാഠികളോട്, അധ്യാപകരോട്, രക്ഷിതാക്കളോട് മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കണം എന്ന് പഠിപ്പിക്കാത്തോടത്തോളം, ധാർമ്മിക വിദ്യാഭ്യാസം നമ്മുടെ അജണ്ടയിൽ പോലും ഇല്ലാത്തോടത്തോളം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ അധ്യാപകർക്കും പേടിയാണ് സാർ. എന്തെങ്കിലുമൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ കേസായി, പുലിവാലായി, കണ്ണുരുട്ടാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല. പഠിപ്പിക്കൽ എന്ന് ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിപ്പിക്കലാണെങ്കിൽ അത് യൂട്യൂബിൽ ഒരു ക്ലാസ് ഇട്ട് കൊടുത്താൽ പോരെ. എത്ര നല്ല ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇതിങ്ങനെ പോയാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിക്കും സാർ. മാറണം സാർ, സിസ്റ്റം മാറണം സാർ.